ആൾമാരായിട്ട് നടത്തിയിട്ടുണ്ടോ? സ്ഥിരമായിട്ട് ചെയ്യാറുണ്ടോ? ആരെയൊക്കെ പറ്റിച്ചിട്ടുണ്ടോ? ഒന്ന് ഓർത്ത് പറയാമോ? ഇതേപോലെ ആൾമാറാട്ടം നടത്താൻ പറ്റുമോ? പറ്റിയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ വോളിബോൾ പ്ലേയേഴ്സാ. എനിക്ക് ലോക്കൽ കിട്ടുമ്പോൾ ഞാൻ വേറെ അടുത്തായിരിക്കും. അപ്പം ഞാൻ ഇവനെ പറഞ്ഞു വിടും. ഇവ എൻ്റെ പേരും പറഞ്ഞ് കളിക്കും അവിടെ. ആൾമാറാട്ടം നടത്തുമോ? ഇഷ്ടം പോലെ. എന്തെങ്കിലും എക്സ്പീരിയൻസ് പറയാമോ? അങ്ങനല്ല, എനിക്ക് കിട്ടുന്ന അടി ഇവൾക്ക് കിട്ടും, ചിലപ്പോൾ എനിക്ക് കിട്ടുന്ന പൊസിഷൻ ഇവൾക്ക് കിട്ടും. ഒരു ക്ലാസ്സിൽ തന്നെയാണോ പഠിക്കണേ? തലേദിവസം ഇവൾക്കായിരിക്കും ഇമ്പോസിഷൻ കിട്ടിയത്. മിസ് പിറ്റേ ദിവസം വന്നിട്ട് എന്നോട് എനിക്കും ഇമ്പോസിഷൻ ഇന്നലത്തെ പറയൂ എന്നൊക്കെ പറയും. പേരിന് വലിയ വ്യത്യാസം ഇല്ലല്ലോ. ആര്യമിത്ര അശ്വമിത്ര ഫ്രണ്ടിലത്തതിന് മാത്രം, ബാലിന് വ്യത്യാസമില്ല. ആരെങ്കിലും പറ്റിക്കാൻ ഉള്ള ഒരു ടെൻഡൻസി തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ ആൾ മാറി തമാശയായിട്ട് തോന്നിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാ ചെയ്തിട്ടുള്ളത് ഒന്ന് പറയാമോ? ഫ്രണ്ട്സിന്റെ അടുത്ത് ചെല്ലും, പിന്നെ ഫോണിൽ വിളിക്കുമ്പോൾ ആരെങ്കിലും ഇവളുടെ അടുത്തായിരിക്കും കാര്യം പറയാണ്ടാവുക. ചിലപ്പോൾ എന്നെ കുറിച്ചുള്ള കുറ്റം ഇവളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും. എന്തെങ്കിലും രഹസ്യങ്ങളൊക്കെ എന്നെ കുറിച്ചുള്ള കുറ്റം എൻ്റെ അടുത്ത് തന്നെ പറയും. അപ്പോൾ ഓക്കെ എന്നിട്ട് ഞാൻ അവസാനം പറയും, എൻ്റെ പേര് ആര്യാണ്, നിങ്ങൾ അവളുടെ അടുത്താണ് പറയാനുള്ളത്, ഞാൻ വേണമെങ്കിൽ അവളുടെ അടുത്ത് പറയാമെന്ന് പറയും. അങ്ങനത്തെ ചരിത്രം വരെ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ പറ്റുള്ള ടീച്ചർമാർക്കാണ്. മിസ്സുമാർ ഞങ്ങൾ സ്കൂളിലെ ക്യാപ്റ്റൻസ് ഒക്കെ ആയിരുന്നു. അപ്പം ഞാനൊരു ഹൗസിൻ്റെ ക്യാപ്റ്റൻ, ഇവൻ വേറെ ഹൗസിൻ്റെ ക്യാപ്റ്റൻ. അപ്പം അതിലെ ഹെഡ് മിസ്ട്രസ് ഇവനോട് ഒരു ഇൻഡിപെൻഡൻസ് ഡേക്ക് അല്ല എക്സിബിഷന് വേണ്ടിയിട്ട് അവരുടെ ടീം എങ്ങനെ ഓർഗനൈസ് ചെയ്യണമെന്ന് വന്ന് പറഞ്ഞത് എന്നോടാണ്. എന്നിട്ട് എന്നോട് വന്ന് പറഞ്ഞു ഇവനോട് ഒരിക്കലും അത് പറയാൻ പാടില്ല, നമ്മളെ ടീം ജയിക്കണമെന്ന്. ഞാൻ അതേപോലെ തന്നെ അതേ സ്പിരിറ്റ് പറഞ്ഞു, ഓക്കെ മിസ്, ഞാൻ നമ്മൾ ടീം ജയിച്ചിരിക്കും, ഓക്കെ ബൈ. വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. എന്താണെന്നുള്ളത് നേരിട്ട് തന്നെ കാണണം. നമസ്കാരം. ഇവിടെയുള്ളത് ടിൻസായിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ ഒരു ഒറ്റ പ്രസവത്തിൽ 3 പേര് ജനിച്ചവരുമുണ്ട്. നമുക്ക് അവരോട് വിശേഷങ്ങൾ ചോദിച്ചറിയാം. എന്താണ് ഇന്നത്തെ ആഘോഷത്തിൻ്റെ പ്രത്യേകത? എല്ലാ ഓൾക്കല ടിൻസ് ഗ്രൂപ്പിൻ്റെ ഒരു സമ്മേളനമാണ്. അപ്പോഴത്തേക്കും കഴിഞ്ഞ തവണ ഞങ്ങളൊന്ന് കൂടിയായിരുന്നു. ഇത്തവണ അതിന് നല്ല ആൾക്കാരുണ്ട്. തവണ ഞങ്ങൾ അടിച്ചു പൊളിക്കുവാണ്. ഓണക്കാലം കൂടെ ആയതുകൊണ്ട് എത്രത്തോളം ആളുകളുണ്ട് ഇവിടെ? ഇവിടെ 140 ജോഡികൾ ഇരട്ടകൾ വന്നിട്ടുണ്ട്. 140 ജോഡികൾ. എന്താ പേരെന്താ? എൻ്റെ ഒരു അമല്. എവിടുന്നാ വരുന്നത്? കോട്ടയം. എൻ്റെ അജിത്ത്. ആ കണ്ണാടി വരുന്നേ ഒരു രക്ഷയില്ല കേട്ടോ, അറിയാലോ. അപ്പൊ അടുത്ത ആളിലേക്ക് പോവാ. എന്താ പേര്? ശിഖയും ശില്പയും. എവിടെ നാട് എവിടെയാ? നിങ്ങളിങ്ങനെ ആരെങ്കിലും സംശയം പറയൂ, ആൾമാരായിട്ട് നടത്തിയിട്ടുണ്ടോ? സ്ഥിരമായിട്ട് ചെയ്യാറുണ്ടോ? ആരെയൊക്കെ പറ്റിച്ചിട്ടുണ്ടോ? ഒന്ന് ഓർത്ത് പറയാമോ? അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. തമാശയായിട്ട് കാണിക്കാം അല്ലേ? എപ്പോഴെങ്കിലും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടോ ആള് ഏതെങ്കിലും ഒരാളെ പറ്റിച്ചിട്ട് നിങ്ങൾ പോകുമ്പോൾ ശില്പയും ശിഖയും ഈ ആൾ മാറി ഇരിക്കുമ്പോൾ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല. അത്രയ്ക്ക് സമയമുണ്ടല്ലേ? പേര് പറഞ്ഞേ. അരവിന്ദ്. എവിടെയാണ് നാട്? നിങ്ങൾ ഈ കോട്ടയംകാരാണല്ലോ കൂടുതൽ ടിൻസ് വരുന്നത്. ചോദിക്കുന്നത് എല്ലാം കോട്ടയാണല്ലോ. അങ്ങനെ നിങ്ങൾ വീട്ടിലെങ്ങനെയാ 3 പേരും എങ്ങനെയാ? വീട്ടിൽ ഞങ്ങൾ തമ്മിൽ അടിപൊളിയാണോ അതോ അടിവഴക്കമാണോ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു വേർതിരിവ് കാണിക്കാറുണ്ടോ വീട്ടില്? 3 പേരും ഒരേപോലെ തന്നെ? ഒരുപോലെ ഒരു മനസ്സായിട്ട് തന്നെ പോകും. ശ്രീകാന്ത്, കൊല്ലം. കൊല്ലത്ത് എവിടാ? കൊല്ലം കൊളുത്തുപുഴ. ഇതേപോലെ ആൾമാറാട്ടം നടത്താൻ പറ്റുമോ? പറ്റിയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ വോളിബോൾ പ്ലേയേഴ്സാ. എനിക്ക് ലോക്കൽ കിട്ടുമ്പോൾ ഞാൻ വേറെ അടുത്തായിരിക്കും. അപ്പം ഞാൻ ഇവനെ പറഞ്ഞു വിടും. ഇവ എൻ്റെ പേരും പറഞ്ഞ് കളിക്കും അവിടെ. വേറെന്താ? വേറെ എല്ലാവരെയും കണ്ടപ്പോൾ ഒരു സന്തോഷം. വേറൊരു വൈബ്. നിങ്ങൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ നോക്കാറുണ്ടോ? ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോഴും ചോദിച്ചു. ഒരേപോലെ 2 പേരും ഒരേ അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുകാരുമാണ് അല്ലേ? പേര് ശ്രീകാന്ത്, ശ്രീരാഗ്. അപ്പോൾ ഒരേ മാല ഇടുന്നു, ഒരേ ഡ്രസ്സ് ഇടുന്നു. ആൾക്കാർക്കൊരു കൗതുകവും കൂടെയാണല്ലേ? സന്തോഷമാണോ? സന്തോഷം. 2 മക്കളുണ്ട്. മക്കളെ പേരെന്തുവാ? ആർദ്രയും എവിടുന്നാ വരുന്നത്? നിങ്ങളെ എപ്പോഴെങ്കിലും ആൾ മാറിയിട്ട് ഇപ്പം ടിൻസാണ്, ആർദ്രയാണെന്നോ അല്ലെങ്കിൽ പേര് മാറ്റി വിളിക്കാറുണ്ടല്ലേ? അങ്ങനെ വിളി കേൾക്കുമോ? ഞങ്ങൾ ആര് വിളിച്ചാലും ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ പേര് ഏത് വിളിച്ചാലും ഞങ്ങൾ കേൾക്കും.
ഇപ്പൊ എന്നെ വിളിച്ചാലും ഇവള് കേൾക്കും. അപ്പൊ ഒരു രഹസ്യമൊക്കെ പറയണമെങ്കിൽ ആള് മാറിപ്പോ എന്ത് ചെയ്യും? ഇല്ല, ഞങ്ങൾ രഹസ്യങ്ങളൊന്നും ഇല്ല, ഞങ്ങൾക്ക് എല്ലാം അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇല്ല. ഞങ്ങൾക്ക് ഇപ്പൊ ആർദ്രയോട് പറയേണ്ട രഹസ്യം ആള് മാറി അപ്പുറത്ത് പറഞ്ഞാൽ അവള് വന്ന് തിരിച്ചെന്റെ അടുത്തൊന്ന് പറയും. തമ്മിൽ അടിയാവില്ലേ? ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങനല്ല. എവിടെ പഠിക്കുന്നത്? എവിടെയാ പഠിക്കുവല്ല, വർക്ക് ചെയ്യുക, ബ്യൂട്ടീഷ്യൻസ്. രണ്ടുപേരും. അതെ. അപ്പൊ ഒരാളില്ലെങ്കിൽ പകരം ആള് പോയാലും അറിയത്തില്ലല്ലേ? ഇല്ല, ഞങ്ങൾ ഒന്നിച്ച് ഒരേ ഷോപ്പിൽ ലീവൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരുമിച്ച് അങ്ങനെയൊക്കെ. ബ്രൈഡൽ ആണോ ചെയ്യണേ? അല്ല, മറ്റേ ഫ്രീ അല്ലാണ്ട് മേക്കപ്പ്, നമ്മൾ ബ്യൂട്ടീഷ്യല് അങ്ങനെയുള്ള പാർലറല്ല വർക്ക്. പാർലർ വർക്ക് ചെയ്യുന്നത്. രസകരമായിട്ട് മുന്നോട്ട് പോകണം അല്ലേ? മക്കളെ എന്താ പേര്? ഋതിക് വിജേഷ്. ഋതിക് വിജേഷ്. ശ്രുതിക് വിജേഷ്. അടിപൊളി. എവിടുന്നാ വരുന്നേ? ഞങ്ങൾ കണ്ണൂർ തളിശ്ശേരി. കണ്ണൂരുകാരാണ്. ചെറുപ്പത്തിലെ ഇതേപോലെ ഭയങ്കര സമയമാണല്ലോ, ഒരു മാറ്റമില്ല അല്ലേ? വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ആളെ മാറിപ്പോവോ? ഇല്ല, അങ്ങനെയൊന്നും മാറിപ്പോവോ? പക്ഷെ നിങ്ങളുടെ കൂട്ടുകാർക്ക് മാറിപ്പോയിട്ടില്ലേ? പേര് മാറ്റി വിളിക്കുമോ? പേര് ഇവൻ്റെ പേര് വിളിച്ചാലും ഞാൻ തിരിഞ്ഞു നോക്കും, എൻ്റെ പേര് വിളിച്ചാലും ഇവനോ. അങ്ങനെ പേര് ആരെ പേര് വിളിച്ചാലും ആരും തിരിഞ്ഞു നോക്കും. കൂട്ടുകാർ ആള് മാറിയിട്ട് ഇപ്പം മോനോട് പറയേണ്ട ഒരു കാര്യം വന്ന് ഈ മോനോട് പറഞ്ഞാൽ അത് ഭയങ്കര വഴക്കിലേക്ക് പോകില്ലേ? നമ്മളെ രഹസ്യങ്ങൾ പറയാറില്ലേ? സീക്രറ്റ് ഒന്നുമില്ല. എൻ്റെ കാര്യങ്ങളല്ലേ ഇവനും അറിയാം, ഇവൻ്റെ കാര്യം വെച്ചാൽ ഭയങ്കര സ്നേഹമായിട്ട് കൊണ്ട് രണ്ടുപേരും തല്ലുകൂടുവോ? പിന്നെ വഴക്കൂടും. എത്ര സമയം വരെ വഴക്കൂടിയിരിക്കും? അങ്ങനൊന്നുമില്ല, അടി ഉണ്ടാവും. പിന്നെ ഈ അടി ഒരു 10 മിനിറ്റേ ഉണ്ടാവുള്ളൂ, പിന്നെ അത് കണ്ടിന്യൂ ചെയ്യത്തില്ല. വീണ്ടും രസകരമായിട്ട് മുന്നോട്ട് ഓക്കെ. പേര്? മഹേഷ്. മഹേഷ്. എവിടുന്ന് വരുന്നു മഹേഷ്? ഞാൻ റാന്നി. എറണാകുളംകാരനാണ്. റാന്നി. അതെ. മഹേഷിന്റെ ഒരു ടിൻ ബ്രദർ ഉണ്ട്, പേര് മനീഷ്. നിങ്ങൾ ആള് മാറി ആരെങ്കിലും കൂട്ടുകാരെയൊക്കെ പറ്റിച്ചിട്ടുണ്ടോ? പറ്റിച്ചിട്ടില്ല, ചിലർക്ക് അങ്ങനെയൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇപ്പം ഇല്ല, പറ്റിയിട്ടുണ്ട്. ഈ ഇപ്പം ഫോൺ ചെയ്യുമ്പോൾ ശബ്ദം ഏകദേശം ഒരേപോലെ വരും അല്ലേ? ഫോൺ ചെയ്യുമ്പോൾ മാറിയെടുക്കുന്നത് പോലെ അല്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ. അതെ. എങ്കിലും പറ്റിക്കാൻ പറ്റും അല്ലേ? പറ്റിക്കാം. ആരെങ്കിലും അങ്ങനെ പറ്റിച്ചിട്ടുണ്ടോ? ഉണ്ട്, ഇപ്പം ഇല്ല അങ്ങനെ. ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ ആൾമാറാട്ട തരത്തി? അങ്ങനൊന്നും ഇല്ല, പറയാറുണ്ട്. ഒരേ വോയിസ് ആണെന്ന് പറയാറുണ്ട്. വോയിസ് ഒരേപോലെയാണ്, ആളും ഒരേപോലെയാണ്. മക്കളെ ഹായ്. എന്താ പേര്? ദയൻ. വീട്ടിലാള് മാറിപ്പോകാറുണ്ടോ? ഈ ബന്ധുക്കൾക്കൊക്കെ ആള് മാറിപ്പോകാറില്ലേ? ഇപ്പം ദിയെ വിളിക്കേണ്ടടുത്ത് ദയ വിളിക്കും, ദയ വിളിക്കേണ്ടടുത്ത് ദിയെ വിളിക്കും. എന്ത് തോന്നും അങ്ങനെ ആള് മാറിപ്പോകുമ്പോൾ? രസകരമായിട്ട് എടുക്കുമോ, വിഷമം തോന്നുമോ? എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ? 7ാം ക്ലാസ്സിൽ. സ്കൂളിൽ ടീച്ചേഴ്സിന് മാറാറുണ്ടോ? അപ്പോൾ പരീക്ഷയ്ക്കൊക്കെ ആൾ മാറാട്ടം നടത്തിയിരിക്കുന്ന എഴുതാലോ? ഇങ്ങനെ ചെയ്യില്ല. വേറെന്താ വിശേഷം? അച്ഛനും അമ്മയ്ക്കും രണ്ടുപേരും ഒരേപോലെയാണോ, രണ്ട് രീതി കാണുമോ? ഒരേപോലെ കാണും. നിങ്ങൾ തമ്മിൽ വഴക്കിടുമോ? എത്ര നേരം വഴക്കിട്ടിരിക്കും? അതിനകത്ത് തിരിച്ചു കൂടും. എപ്പോഴും ഈ ഒരേ ഡ്രസ്സ് തന്നെയാണോ ധരിക്കാറുള്ളത്? ഒരേപോലെ തന്നെയാണ്. ഹാപ്പി അല്ലേ? ഓക്കെ. മക്കളെ എന്താ പേര്? അശ്വമിത്രയും. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു? 8ൽ. എവിടെയാണ് നാട്? ഞങ്ങളുടെ നാട് തൃശ്ശൂരാ. ഞങ്ങളിപ്പോൾ സെറ്റിൽഡ് കോഴിക്കോട്. ആൾമാരുടെ നടത്തുമോ? ഇഷ്ടം പോലെ. എന്തെങ്കിലും എക്സ്പീരിയൻസ് പറയാമോ? അങ്ങനല്ല, എനിക്ക് കിട്ടുന്ന അടി ഇവൾക്ക് കിട്ടും, ചിലപ്പോൾ എനിക്ക് കിട്ടുന്ന പൊസിഷൻ ഇവൾക്ക് കിട്ടും. ഒരു ക്ലാസ്സിൽ തന്നെയാണോ പഠിക്കണേ? തലേദിവസം ഇവൾക്കായിരിക്കും ഇമ്പോസിഷൻ കിട്ടിയത്. മിസ് പിറ്റേ ദിവസം വന്നിട്ട് എന്നോട് എനിക്കും ഇമ്പോസിഷൻ ഇന്നലത്തെ പറയൂ എന്നൊക്കെ പറയും. ചിലപ്പോൾ എക്സാം ഹാളിൽ മാറ്റിയിരുത്തിയ ചരിത്രം വരുന്നുണ്ട്. മിസ് പറയും നീ ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് എന്നെ മാറ്റി, ഇവിടെ എൻ്റെ റോൾ നമ്പർ ആയിരുന്നില്ല, ഇവളുടെ റോൾ നമ്പർ ആയിരുന്നു. മിസ്സുമാർക്ക് തെറ്റിയിട്ട് എന്നെ പിടിച്ച് ഇവിടെ ഇരുത്തി. എന്നിട്ട് ഞാൻ പറഞ്ഞു മിസ് ഞാൻ ഇവിടെ അല്ല. യൂണിഫോം ആയതുകൊണ്ട് തിരിച്ചറിയാൻ പറ്റില്ല. നിങ്ങൾ തിരിച്ചറിയാൻ എന്ത് ചെയ്യും അധ്യാപകർ? എന്ത് ചെയ്യണം? അത് ഞങ്ങൾക്ക് നല്ല ഡിഫറൻസ് ഉണ്ട്. പെട്ടെന്ന് മനസ്സിലാവില്ല. പേരിന് വലിയ വ്യത്യാസം ഇല്ലല്ലോ. ആര്യമിത്ര അശ്വമിത്ര ഫ്രണ്ടിലത്തതിന് മാത്രം, ബാലിന് വ്യത്യാസമില്ല. നിങ്ങൾ സ്കൂളിൽ കലാപരിപാടികൾക്കൊക്കെ പങ്കെടുക്കാറുണ്ട്? എന്തൊക്കെ പരിപാടികൾക്ക് പങ്കെടുക്കാം? ഫോക്ക് ഡാൻസ്, മോണോ ആക്ട്, കവിത. ഏകദേശം ശബ്ദം ഒരേപോലെ അല്ലേ? ഏകദേശം. ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വിളിക്കുമ്പോൾ ചോദിക്കും ആര്യാണോ അശ്വാണോ? അച്ഛാണോ? അങ്ങനെ സംസാരിക്കാം. ആദ്യമേ ചോദിക്കും ആര്യാണോ അച്ഛാണോ.
ഏതെങ്കിലും ഒരു കടയിലോ സ്ഥാപനത്തിലൊക്കെ പോയിട്ട് ആൾക്കാർ തെറ്റി വിളിക്കാറില്ല വഴിയിലൊക്കെ വെച്ചിട്ട്? ആരെയും വിളിക്കേണ്ടടുത്ത് അച്ഛനെ വിളിക്കുമോ? ആ വിളി കേൾക്കും അല്ലേ? ഞാൻ ആരെ വിളിച്ചാലും അച്ഛനെ വിളിച്ചാലും ഞാൻ വിളിയേക്കും. ആരെ വിളിച്ചാലും വിളിയേക്കും. ആരെങ്കിലും പറ്റിക്കാൻ എന്നുള്ള ഒരു ടെൻഡൻസി തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ ആൾ മാറി ഒരു തമാശയായിട്ട് തോന്നിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാ ചെയ്തിട്ടുള്ളത് ഒന്ന് പറയാമോ? ഫ്രണ്ട്സിന്റെ അടുത്ത് ചെല്ലും, പിന്നെ ഫോണിൽ വിളിക്കുമ്പോൾ ആരെങ്കിലും ഇവളുടെ അടുത്തായിരിക്കും കാര്യം പറയാണ്ടാവുക. ചിലപ്പോൾ എന്നെ കുറിച്ചുള്ള കുറ്റം ഇവളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും. എന്തെങ്കിലും എന്നെ രഹസ്യങ്ങളൊക്കെ കുറിച്ചുള്ള കുറ്റം എൻ്റെ അടുത്ത് തന്നെ പറയും. അപ്പോൾ ഓക്കെ എന്നിട്ട് ഞാൻ അവസാനം പറയും, എൻ്റെ പേര് ആര്യാണ്, നിങ്ങൾ അവളുടെ അടുത്താണ് പറയാനുള്ളത്, ഞാൻ വേണമെങ്കിൽ അവളുടെ അടുത്ത് പറയാമെന്ന് പറയും. അങ്ങനത്തെ ചരിത്രം വരെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് അവരോട് ദേഷ്യം തോന്നാറുണ്ടോ, അതോ അത് രസകരമായിട്ട് എടുക്കുമോ? ദേഷ്യം തോന്നാറുണ്ട് ചിലപ്പോഴൊക്കെ. ചില ടൈമിൽ അവരുടെ മുന്നിൽ അത് രസകരമായി അഭിനയിക്കും. എന്നിട്ട് ഞാൻ പറയും കുഴപ്പമില്ല, അടുത്തത് ഞാൻ തരാമെന്ന് പറയും. ഈ രണ്ടുപേർക്കും ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയിട്ടുണ്ട്. അഭിനയിച്ചിട്ടുണ്ട്. ഏത് സിനിമയിൽ അഭിനയിച്ചത്? ഓ മൈ ഡാർലിംഗ്. പിന്നെ 2 ചെയ്യാനിരിക്കുന്നുണ്ട്. പിന്നെ റിയാലിറ്റി ഷോയിൽ ചെയ്തിട്ടുണ്ട്. 11 TV ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ആ, എൻ്റെ അമ്മ സൂപ്പറ, പിന്നെ ബമ്പർച്ചിരി ആഘോഷം, അങ്ങനെ. അപ്പോൾ അടിപൊളിയാവട്ടെ, ഇനിയും കൂടുതൽ സിനിമകൾ കിട്ടട്ടെ. ഓ ഓക്കെ, താങ്ക് യു. മക്കളെ അഡ്വാൻസ് ഹാപ്പി ഓണം. അടിപൊളി. പേര് പറ. നീതിക, നൈനിക. ഒന്നുകൂടെ. നീതിക, നൈനിക. എവിടുന്ന് വരുന്നു? കൊല്ലം. കൊല്ലത്ത് എവിടെ? മാടനട. കൂട്ടുകാരൊക്കെ ആള് മാറി വിളിക്കാറുണ്ടോ? ചിലപ്പം വിളി കേൾക്കുമോ? എന്തോ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളി കേൾക്കും. അതായത് എന്തെങ്കിലും കുറ്റം പറയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സൈലന്റ് ആവും. കുറ്റങ്ങളൊക്കെ പറയുമോ ആൾക്കാർ? അതിനെങ്ങനെ രസകരമായിട്ട് എടുക്കുമോ? എന്നിട്ട് പിന്നെ സ്കൂളിൽ പോയിട്ട് ചിലപ്പോൾ ദേഷ്യം തിരിച്ചു കൊടുക്കും. വീട്ടിൽ അച്ഛനും അമ്മയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ ആള് മാറിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. ഞങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ പണ്ട് പറ്റിക്കായിരുന്നു. പണ്ട് അവർക്ക് ഞങ്ങളെ തിരിച്ചറിയത്തില്ല. ഇപ്പൊ തിരിച്ചറിയാം. കൃത്യമായിട്ട് അറിയാല്ലേ? ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, അവർക്ക് മനസ്സിലാവും. എങ്കിലും പറ്റിക്കാൻ നോക്കും. എന്നാലും വർക്കാവത്തില്ല. ചെറിയ മാറ്റങ്ങളുണ്ട്. പല്ല് വെച്ച് പിടിക്കും അല്ലേ? സുഖമായിട്ടിരിക്കുന്നില്ല? ഓക്കെ. എന്താ മോനെ പേര്? അമ്മൻ, അമർ. അമനും അമർ. നിങ്ങള്? നിങ്ങളെല്ലാം കസിൻസ് ആണല്ലേ? എല്ലാ വീട്ടിലും ഉണ്ട് ഈ 2 പേര്. ഒരു മാറ്റവും ഇല്ലല്ലോ. സുഹൃത്തുക്കൾക്ക് എപ്പോഴെങ്കിലും ആള് മാറിപ്പോയിട്ടുണ്ടോ? അതായത് മോനോട് പറയേണ്ട മോനെക്കുറിച്ചുള്ള കുറ്റം ഇവനോട് പറയാതെ മോനോട് പറയും. സുഹൃത്തുക്കൾ അങ്ങനെ പറ്റിയിട്ടില്ല. കൂടുതൽ പറ്റുള്ള ടീച്ചർമാർക്കാണ്. മിസ്സുമാർ ഞങ്ങൾ സ്കൂളിൽ ക്യാപ്റ്റൻസ് ഒക്കെ ആയിരുന്നു. അപ്പം ഞാനൊരു ഹൗസിൻ്റെ ക്യാപ്റ്റൻ, ഇവൻ വേറെ ഹൗസിൻ്റെ ക്യാപ്റ്റൻ. അപ്പം അതിലെ ഹെഡ് മിസ്ട്രസ് ഇവനോട് ഒരു ഇൻഡിപെൻഡൻസ് ഡേ എക്സിബിഷന് വേണ്ടിയിട്ട് അവരുടെ ടീം എങ്ങനെ ഓർഗനൈസ് ചെയ്യണമെന്ന് വന്ന് പറഞ്ഞത് എന്നോടാണ്. എന്നിട്ട് എന്നോട് വന്ന് പറഞ്ഞു ഇവനോട് ഒരിക്കലും അത് പറയാൻ പാടില്ല, നമ്മളെ ടീം ജയിക്കണമെന്ന്. ഞാൻ അതേപോലെ തന്നെ അതേ സ്പിരിറ്റ് പറഞ്ഞു, ഓക്കെ മിസ്, ഞാൻ നമ്മൾ ടീം ജയിച്ചിരിക്കും, ഓക്കെ ബൈ, ഞാനല്ല അവനാണ് നിങ്ങളുടെ ടീമിൽ. അങ്ങനെ ഒരു മത്സരം വന്നപ്പോൾ ആര് ജയിച്ചു? മത്സരം ജയം തോൽവി നമ്മളുടെ അതിനകത്തല്ലല്ലോ, ഹൗസിൻ്റെ ഇതല്ലായിരുന്നു. അപ്പം കൂടുതലും ആ ഹൗസിൻ്റെ ഒരു സ്പിരിറ്റ് വെച്ചിട്ട് ഓരോ ആർട്സ് ആണെങ്കിൽ ആ ഹൗസിൽ ഏതെങ്ങനെയാണോ വരുന്നത് അങ്ങനെ വെച്ചിട്ടാണ് ജയിച്ചത്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തായാലും സഹോദരങ്ങളാണ്, ചെറിയ വഴക്കുമ്പകളൊക്കെ ഉണ്ടാകാറുണ്ട്. എത്ര നേരം നിങ്ങൾ തമ്മിൽ വഴക്കിട്ടിരിക്കും? ഒരു ദിവസത്തിൽ കൂടുതൽ എന്തായാലും പോകും. ഒരു ദിവസമൊന്നും ഇല്ല, ഒരു മണിക്കൂറും പോയിട്ടില്ല. 10-15 മിനിറ്റ് ഇത് കാണില്ലേ. നമ്മൾ എപ്പോഴും വഴക്കിട്ടിട്ട് ഇനി മിണ്ടത്തില്ലാന്നൊന്നും പറയത്തില്ല. വഴക്കിട്ട് നല്ല ദേഷ്യമൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും ഒരു വ്യക്തി എന്നുള്ളതിൽ ഓരോരുത്തരാണ്, വ്യത്യാസങ്ങളുണ്ട്. ഭക്ഷണ രീതി, ജീവിത രീതിയൊക്കെ വ്യത്യാസമുണ്ടോ നിങ്ങൾ തമ്മിൽ? അതോ ഒരേപോലെ കൊണ്ടുപോകാൻ ശ്രമിക്കുമോ? ഞങ്ങൾ ഇപ്പോഴും ഒരേപോലെയാണ്. ഞങ്ങൾ പോളണ്ടിലാണ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ചെയ്യുകയാണ്. രണ്ടുപേരും ഒരേ കോഴ്സ്, കോളേജ് ഒരേ കോഴ്സ്, ഒരുമിച്ച്. നമ്മുടെ നാട്ടിലും അല്ല, അവിടെയുള്ളവർക്ക് ആൾ മാറിപ്പോവോ? ആൾമാറാട്ടം നടത്തി പരീക്ഷ എഴുതാൻ വല്ല ഉദ്ദേശമുണ്ടോ? പരീക്ഷ അല്ല, ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പരീക്ഷയായിട്ടല്ല, അല്ലാതെ ഞങ്ങൾക്ക് ജോലിയൊക്കെ കിട്ടുന്നത് ഒരു ചില സമയത്ത് ഞങ്ങൾ മാറും തന്നെ. അവിടെ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ആരും പോയെന്നും അവരും നോക്കത്തില്ല. ഞങ്ങൾ മാറും തന്നെ ജോലിക്കൊക്കെ. നിങ്ങളുടെ രണ്ടിൻ്റെയും കയ്യൊപ്പ് വ്യത്യാസമായിരിക്കുമല്ലോ. ചെറിയ രീതിയിൽ ഒന്ന് വ്യത്യാസമാക്കിയുള്ള രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷെ ആൾക്കാർക്ക് കാണുമ്പോഴത്തേക്ക് രണ്ടുപേരെ തോന്നുന്നു. കാരണം ഞാൻ അമൻ രാജ്, അമർ രാജ്, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അമനും അമറും ഇറും ഇന്നും. അപ്പം ആ ഒരു ആള് മാറിപ്പോല്ലേ? അയ്യോ, വലിയ വ്യത്യാസം. ഞാനിപ്പോൾ പോളണ്ടിൽ നിന്ന് തിരിച്ചു വന്ന സമയത്ത് പോളണ്ടിനെ കുറിച്ചൊന്നും മിണ്ടരുതെന്നാ.
പക്ഷെ എന്നാലും എനിക്ക് മിണ്ടണം. കാരണം ഞാൻ 1/4 മണിക്കൂർ ഇവൻ കാരണം ഇമിഗ്രേഷനിൽ നിന്നു. ഇവൻ നേരത്തെ വന്നു. അപ്പം ഇവൻ പോയി എന്നുള്ള ആ ഒരു ഇത് അവരുടെ ഡോക്യുമെൻറ്റിൽ കിടപ്പുണ്ട്. ഞാൻ പോയിട്ടില്ല എന്നുള്ളത് അവർക്കറിയാൻ പറ്റുന്നില്ല. ഞാൻ ചെന്ന് എൻ്റെ പാസ്പോർട്ട് കൊടുക്കുമ്പം അവർ വെരിഫൈ ചെയ്യുക ആരാണെന്ന് ഞാൻ ഇന്ന് 1/4 മണിക്കൂർ അവർ വെരിഫൈ ചെയ്ത് എൻ്റെ ഫിംഗർ പ്രിൻ്റ് എടുത്ത് അവസാനം ഇവൻ്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്ത് ഇവൻ ഞാനല്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് അവരെന്നെ കയറ്റിവിട്ടത്. ഡ്രൈവിംഗ് ലൈസൻസ് സെയിം തന്നെ. 2 ഡ്രൈവിംഗ് ലൈസൻസ് അപ്ലൈ ചെയ്ത സമയത്ത് ഒരെണ്ണം ക്യാൻസൽ ചെയ്ത്. എന്തുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ള രീതിയിൽ വിചാരിച്ചു. പിന്നീട് RTO പോയി പറഞ്ഞ് ഡ്യൂപ്ലിക്കേറ്റ് അല്ല 2 പേരാണെന്നുള്ള രീതിയിലാക്കിയാണ്. പിന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലേ? പിന്നെ കുറേ ഉണ്ട്. യാത്രകളിലൊക്കെ ഭയങ്കര രസകരമായി തോന്നുമല്ലേ? ഇത് നിങ്ങളെ ചിലർ ദേഷ്യപ്പെടാണ്. ഇപ്പം ഇവന് കിട്ടേണ്ട ഒരു തല്ല് ഇങ്ങോട്ട് കിട്ടും. തല്ല് ഇതുവരെ കിട്ടിയിട്ടില്ല. തല്ല് വരാനുള്ള സാഹചര്യം വന്നാൽ ഞങ്ങൾ അപ്പോഴേ സ്കൂട്ടം. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപരമായ നീക്കങ്ങളിലൂടെ അവിടെ നിന്ന് മുങ്ങുന്ന ഒരു വലിയ തന്ത്രം അറിയാല്ലേ? അതെ, അങ്ങനെ നമ്മൾ കണ്ടാലേ അപ്പോഴേ സ്കൂട്ടം. മക്കളിലേക്ക് പോവാ. എന്താ വിശേഷം? കസിൻസ് ടിൻസ് ഉണ്ട്, നിങ്ങളും ഉണ്ട്. നിങ്ങൾ ഒരുമിച്ച് എല്ലായിടത്തും യാത്രകളൊക്കെ ചെയ്യാറുണ്ടോ? നിങ്ങൾ തമ്മിൽ എങ്ങനെ ഒരു മാറ്റവും ഇല്ലല്ലോ. വീട്ടിൽ അച്ഛനും അമ്മയ്ക്ക് എപ്പോഴും മാറിപ്പോയിട്ടുണ്ട്. കൃത്യമായിട്ട് മനസ്സിലാവും. സുഹൃത്തുക്കളെ പറ്റിയോ? ഒന്ന് ആ ഒരു ഓർമ്മകളിലേക്ക് പോവാം. എങ്ങനെയൊക്കെ പറ്റിച്ചിട്ടുണ്ട്? ഞങ്ങളുടെ ക്ലാസ്സിൽ 2 വർഷമായിട്ട് ഞാനാണ് മോണിറ്റർ. അപ്പോൾ എൻ്റെ അടുത്ത് പറയേണ്ടത് ഇവളായിരിക്കും പറയുന്നത്. ആ കൊച്ചു വന്ന് ഇവളുടെ അടുത്ത് പറയും, പരാതി പറയും. ഇന്നത് ഇവിടെ ഉണ്ടായി ചെന്ന് മിസ്സിനോട് പറയും. അപ്പോൾ ഇവൾ എന്നോട് വന്ന് പറയും. അങ്ങനെ റൊട്ടേഷൻ ആയിരുന്നു. വേറെ ടീച്ചർമാരല്ല എൻ്റെ പേര് വിളിച്ചിട്ട് ഇവളെ പറയും, ഇവളുടെ പേര് വിളിച്ചിട്ട് എന്നെയാണ് പറയുന്നത്. കെമിസ്ട്രിക്ക് എനിക്ക് ഫുൾ മാർക്കുണ്ട്, ഇവൾക്ക് കുറവായിരുന്നു. എന്നിട്ട് മിസ്സ് പറഞ്ഞു ഇവൾക്ക് ഫുള്ളെന്ന് പറഞ്ഞിട്ട് മൊത്തം പ്രശ്നമാണ്. വീട്ടിൽ പരാതി പറയപ്പോൾ ടീച്ചേഴ്സ് ആരെങ്കിലും വിളിച്ചാ അങ്ങനെ മാറിപ്പോയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്ത് പറയും? വിളിച്ചിട്ട് ഇപ്പോൾ ടീച്ചറൊക്കെ ആണെങ്കിൽ വിളിച്ചിട്ട് അമ്മയെ വിളിച്ചിട്ട് പറയും ഇവരെല്ലാവരും ഒരാൾ കുറ്റം ചെയ്ത് ആരാണെന്ന് അറിയത്തില്ല, പക്ഷെ ആരും ഒരാൾ. അപ്പം ഞങ്ങളുടെ ഞാനല്ല ഇവരല്ല, അത്രേ പറ്റത്തുള്ളൂ. ആരാന്ന് അവർക്കും പറയാൻ പറ്റത്തില്ല. പിന്നിൽ എന്തൊക്കെയോ നടക്കുന്നു. മക്കളുടെ പേരൊന്നുകൂടെ പറയാമോ? അലീന അനീനെ. എവിടെ സ്ഥലം? എവിടെ? കൊല്ലം വെള്ളിമൺ മുണ്ടയ്ക്കലെടുത്ത് വല്ലതും ആണോ? കുണ്ട്രയാണ്. ടിൻസിന്റെ ഈ കൂട്ടായ്മയ്ക്ക് കാരണക്കാരനായ ഒരാൾ ഇവിടെ ഉണ്ട്. നമസ്കാരം, എന്താ പേര്? എൻ്റെ പേര് വിശ്വാസം എന്നാണ്. വിശ്വാസ് ടിൻസാണോ? എവിടെയാ നാട്? ഞങ്ങളുടെ വീട് റാന്നി, പത്തനംതിട്ട. നമ്മുടെ പത്തനംതിട്ട. നമ്മുടെ പത്തനംതിട്ട. അപ്പോൾ പത്തനംതിട്ടയിൽ ഉള്ള ഈ ഒരു ടിൻ ബ്രദറിന് എങ്ങനെയാണ് ഈ ഒരു കൂട്ടായ്മ വേണമെന്ന് ഒരു തോന്നലുണ്ടായത്? ഇത് കാരണം ഇവിടെ ഇപ്പം 140 ആളുകളുണ്ട് ഇവിടെ. 140 ജോഡിയോളം ജോഡികൾ വന്നിട്ടുണ്ട്. 140 എന്ന് പറയുമ്പോൾ 280 പേരുണ്ട്. എങ്ങനെയാണ് ഇവരെ കോർത്തിണക്കിയത്? ഒന്ന് എക്സ്പീരിയൻസ് പറയാമോ? അതൊരു 2018 കാലയളവിലാണ് ഞാനൊരു പരിപാടി തുടങ്ങിയത്. അപ്പം നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പായിട്ട് തുടങ്ങി. ആദ്യമേ ടിക്ടോക്കിലുള്ള ഒരു വീഡിയോസ് സംഭവമൊക്കെ കണ്ട ആൾക്കാർ എല്ലാവർക്കും കൗതുകമൊക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മളത് ഗ്രൂപ്പാക്കി എല്ലാവരോടും ഒന്ന് കോർത്തിണക്കി ഓരോ പരിപാടികളൊക്കെ ചെയ്യണം. അങ്ങനെ വന്ന് തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ വിഷമം എന്ന് വെച്ചാൽ എൻ്റെ ഇരട്ട സഹോദരൻ ഇതിനകത്തില്ല എന്നതാണ്. ഇതിനകത്ത് ഓരോ സിംഗിളായിട്ട് വന്ന കുറേ ഇരട്ടകളുണ്ട്. എന്താ പറ്റിയ? അവരുടെ ഇരട്ടകളെല്ലാം വിദേശത്താണ്. അപ്പോൾ ഈ ഒരുമിച്ച് കൂടാൻ പറ്റാത്ത വിഷമമുണ്ട്. അതാണ് മോത്ത് ഒരു വിഷമമുണ്ടല്ലേ? എങ്കിലും ഈ വിവരങ്ങളെല്ലാം അനിയനെ അറിയിക്കില്ലേ? അനിയനാണോ ചേട്ടനാണോ? അത് 4 മിനിറ്റ് മൂത്തവനാണ്. എന്നെ ഓവർടേക്ക് ചെയ്ത് തോന്നുന്നവനാണ്. അല്ലെങ്കിൽ ഞാനാണ് മൂത്തതാവേണ്ടിയത്. നേരമില്ല, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്തരം ഒരു കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ച ആളാണ്. അത് ചെറിയൊരു കൂട്ടമല്ല, വളരെ വലിയൊരു കൂട്ടമായിട്ട് മാറിയിരിക്കുകയാണ് അല്ലേ? അതെ. ഇതിലും വലിയ ഒരു പരിപാടി നടത്താനാണ് ഇനിയുള്ള എൻ്റെ ശ്രമങ്ങൾ. എല്ലാം നല്ല വിജയം. പിന്നെ നമ്മൾ ടിൻ സ്ട്രിപ്പ് വെക്കാനുള്ള ഒരു പരിപാടിയാണ്. പിന്നെ സർക്കാരിൻ്റെ മുന്നിലേക്ക് തന്നെ നമ്മുടെ ഇരട്ടകളെ നോക്കണമെങ്കിൽ ഇച്ചിരി കഷ്ടപ്പാടാണ്. ഒരു കുഞ്ഞ് ജനിച്ചാൽ കുഞ്ഞിൻ്റെ ചിലവുകൾ, വൈദ്യ സഹായങ്ങൾ, അതിനൊക്കെ ഒത്തിരി ചിലവ് മാതാപിതാക്കൾ. അസോസിയേഷനായിട്ട് രൂപീകരിച്ചിട്ടുണ്ടോ? ഓൾ ടിൻസ് അസോസിയേഷനാണ് അത് ഈ വർഷം രൂപീകരിച്ചത്. പിന്നെ നമ്മൾ ഇത് തുടങ്ങിയ കൂട്ടായ്മയുടെ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, കുറേയേറെ ഞങ്ങൾക്ക് കുറച്ച് സുരക്ഷയൊക്കെ ഈ സമൂഹത്തിൽ വേണ്ടിയാണ്. കാരണം വെച്ചാൽ ഞങ്ങളെ നോക്കണമെങ്കിൽ കുറച്ച് പാടാണ്. കാരണം വെച്ചാൽ ഇരട്ടകളെ നോക്കണമെങ്കിൽ അമ്മമാർക്ക്, അച്ഛന്മാർക്ക്, സാധാരണക്കാരെ ഒരാൾക്ക് അറിയില്ല എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നല്ല കഷ്ടപ്പെട്ടാണ് നമ്മുടെ അമ്മ അച്ഛനെ വളർത്തണമെങ്കിൽ ചിലവുകൾ വേറെ. അപ്പം ഒരു ഇടത്തരം കുടുംബക്കാരായിട്ടുള്ള ഒരു രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് ഈ സാധാരണ നമ്മളെ ജനിക്കുന്ന ആൾക്കാരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും?
അപ്പോൾ ഈ സർക്കാർ സംവിധാനങ്ങൾ നമ്മളെപ്പോലുള്ള ആൾക്കാരെ സംരക്ഷിക്കുകയും നമ്മുടെ സുരക്ഷയൊക്കെ നോക്കണം എന്നതാണ് നമ്മൾ ഇതിനകത്ത് നിങ്ങൾക്ക് പരിഗണന നൽകണം. ആൻലിയ മോള് ആൻമിയ എവിടെയാണ് നാട്? പാലക്കാട്. പാലക്കാട്. രണ്ടുപേരും സംസാരിക്കുമ്പോഴും ഒരേപോലെ തന്നെയാണല്ലോ. ഒരാളോട് ചോദിക്കുമ്പോൾ രണ്ടുപേരും ഒരേ രീതിയിൽ ഉത്തരം പറയും അല്ലേ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 6ാം ക്ലാസ്സിൽ. ടെൻഷൻ ആവണ്ട, ഹാപ്പി ആയിട്ടിരിക്കുക. ക്ലാസ്സിൽ കൂട്ടുകാരികളെ പറ്റിക്കാറുണ്ടോ? ആൾമാറാട്ടം നടത്തി മാറിപ്പോകാറുണ്ടോ? ഇപ്പം മോളെ വിളിക്കേണ്ടതിന് പകരം ടീച്ചേഴ്സിന് മാറാറുണ്ട്. അങ്ങനെ പോവും. തല്ല് കിട്ടിയിട്ടുണ്ടോ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന്? ഇന്നത്തെ കാലത്ത് വലിയ തല്ലൊന്നും ഇല്ല, എങ്കിൽ പോലും തല്ലി കഴിഞ്ഞാൽ ടീച്ചേഴ്സ് അകത്ത് പോകുന്ന കാലമാണ്. വീട്ടിൽ നിന്ന് വഴക്ക് മാറി കിട്ടിയിട്ടുണ്ടോ? വീട്ടിൽ കണ്ടുപിടിക്കും അല്ലേ? വീട്ടിൽ പറ്റിക്കാൻ പറ്റില്ലല്ലോ. അച്ഛനമ്മയ്ക്ക് മനസ്സിലാവും. അച്ഛനും വേണോ? അപ്പോൾ അച്ഛനും അമ്മയോട് അങ്ങ് ചോദിക്കണം. എന്ത് പറയുന്നു? രണ്ട് നല്ല മാലഹ കുഞ്ഞുങ്ങളെ കിട്ടിയിരിക്കണം. ഇപ്പോൾ ഒരാൾ പറഞ്ഞു ടിൻസ് കുഞ്ഞുങ്ങളൊക്കെ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വളർത്താൻ, കഷ്ടപ്പാടാണ്, അപ്പോൾ സർക്കാരിൻ്റെ സഹായം വേണമെന്നൊക്കെ പറഞ്ഞു. ഈ 2 മക്കളെ കിട്ടിയപ്പോൾ ഒരാളെ പ്രതീക്ഷിച്ചിരുന്നിടത്തേക്ക് 2 പേര് വരികയാണ്. എന്ത് തോന്നുന്നു? സന്തോഷമാണ്. തുടക്കത്തിൽ ആദ്യം ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവർ വളർന്നു വന്നപ്പോൾ നല്ലൊരു കാര്യങ്ങളൊക്കെ ഇതായി. കുഴപ്പമൊന്നുമില്ല. അസുഖങ്ങളും കാര്യങ്ങളൊന്നും അങ്ങനെ ചെറുപ്പത്തിലൊക്കെ ചെറുതായിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് പിന്നെ അവർ നല്ല ഒന്ന് പിക്കപ്പായി വന്നു. കുഴപ്പമൊന്നുമില്ല. എന്നാലും സന്തോഷമാണ്. വീട്ടിലെല്ലാവരും കൂടിയിട്ട്. ഇവരെ താഴെ ഒരാളും കൂടി ഉണ്ട്. 3 പേരുണ്ട്. അമ്മ, ഒരാളെ പ്രതീക്ഷിച്ചിരുന്ന അമ്മയ്ക്ക് 2 മക്കളെ കിട്ടി. എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായി? അതൊരു ബുദ്ധിമുട്ടാണോ? ഇല്ലല്ല, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവര് അങ്ങനെ വളർന്ന് വലുതായി. സന്തോഷമാണോ? സന്തോഷം. 3 മക്കളെ കിട്ടി. 3 മക്കളെ കിട്ടി. പേരെന്താ പറഞ്ഞേ? അഷ്മിറ്റ, അൽമിറ്റ. അഷ്മിറ്റയും അൽമിറ്റയും വെറൈറ്റി പേരാണല്ലോ. ഇതാരായി പേരിട്ടെ? അമ്മായി. അമ്മായി പേരിട്ടെ? പേരിട്ടത്. എവിടുന്നാ വരുന്നേ? പാലക്കാട്. പാലക്കാട്. പാലക്കാട് നിന്ന് ഒത്തിരി ടിൻസ് ഉണ്ടല്ലോ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5th. എപ്പോഴെങ്കിലും ആൾ മാറി വഴക്ക് കേൾക്കേണ്ടി വന്നിട്ടാണ് വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ എവിടുന്നെങ്കിലും? ഒന്ന് ഓർത്തെടുക്കാവോ? എങ്ങനെ പറ്റിയിട്ടില്ലേ? അത് ഇവിടെ അമ്മുച്ചേച്ചിന് തല്ലിയപ്പോൾ അത് എന്നെ തല്ലി. ട്വിൻസാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ പെൺകുട്ടികൾ മതിയെന്ന് തന്നെയായിരുന്നു. കാരണം ഒരേ ഡ്രസ്സ് ഇട്ട് കൊടുക്കുക, എല്ലാം ഒരേപോലെ ചെയ്ത് കൊടുക്കുക. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടല്ലേ? അതെ തീർച്ചയായിട്ടും അങ്ങനെ. കാരണം നമ്മുടെ കുടുംബത്തിലും കൂടുതൽ പെൺകുട്ടികളാണ്. അപ്പോൾ അതുപോലെ പെൺകുട്ടികൾ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. 1 വയസ്സ് മാത്രം പ്രായമുള്ള 2 കുഞ്ഞു മാലാഖമാരെ നമുക്കിപ്പോൾ ഉണ്ട്. എന്താ വിശേഷം? സുഖാണോ? വർത്താനം പറഞ്ഞു തുടങ്ങിയോ? എന്തൊക്കെ പറയും? മൈക്ക് വേണോ? എന്താ പേര് മോടെ? ഹലോ പറ. ഹായ് പറ. ഹലോ ഹലോ. സോമിഹ എന്ന് പറ. സോമിഹ, അത് സോഹിഹ. അടിപൊളി. എന്താ പേര്? എൻ്റെ പേര് ജിസ്മോള്. മോളോ? ജിയാ മോള്. വേറെ ആളുണ്ട്. എന്താ പേര്? അശ്വിൻ. അശ്വിൻ്റെ പേര്? അർജുൻ. അപ്പോൾ വളരെ രസകരമായ ഒരു 2 പേര് കിട്ടിയിട്ടുണ്ട്. എത്രല്ല പഠിക്കണേ? അതോ ജോലി ഉണ്ടോ? ഇല്ല, കോഴ്സ് കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. റിസൾട്ട് എന്താ പഠിച്ചേ? CRP എന്ന് പറയുന്ന കമ്പ്യൂട്ടർ കോഴ്സ്. എവിടെയാ നാട്? കോട്ടയം പാല. പാലയിൽ. അത് തന്നെ പഠിച്ചത്. ശബ്ദം ഒരേപോലെ തന്നെ അല്ലേ? ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? ആള് മാറി പറ്റിച്ചിട്ടുണ്ടോ? ഇല്ല. പരീക്ഷകളിലൊക്കെ മാറിയിരുന്നിട്ടുണ്ടോ? ഇല്ല. എപ്പോഴെങ്കിലും മോളോട് സംസാരിക്കേണ്ടതിന് പകരം ഈ മോളോട് ആള് മാറി വർത്താനം പറഞ്ഞു എന്തെങ്കിലും നുണയും കൊതിയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയല്ല. വഴക്ക്, അതായത് മോളെക്കുറിച്ചുള്ള ഒരു കുറ്റം അത് മോളോട് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ടോ ആള് മാറി? ഇല്ല, അങ്ങനെ കുറ്റമില്ല. ഒരു കാര്യത്തിന് പകുതി ഇവനെ പറയും, ഇനി ബാക്കി പകുതി അപ്പുറം പോയി പറഞ്ഞിട്ടൊക്കെ. അപ്പോൾ മല്ലപ്പള്ളിക്കാരായ 2 അനിയന്മാരുണ്ട്. എന്താ വിശേഷം? സുഖമാണ്. ഫസ്റ്റ് ടൈമാണ് മീറ്റ് ചെയ്യുന്നത്. അതിന് മുന്നേ മീറ്റ് പേര് പറഞ്ഞില്ല. അശ്വിനും അർജുനും. പറഞ്ഞു. അശ്വിനും അർജുനും എന്ത് ചെയ്യുന്നു? ഞാൻ ജോലിയാണ് കോയമ്പത്തൂർ. ഞാൻ ജോലിയാണ് ഇവിടെ തന്നെ AVG ഷോറൂമിൽ. അപ്പോൾ ഇവിടുത്തെ ഈ മീറ്റിങ്ങിന് വേണ്ടി വന്നതാണ്. അടിപൊളിയാട്ടെ. അപ്പോൾ ഹാപ്പിയാണോ? കോഴിക്കോട് നിന്ന് എത്തിയിട്ടുള്ള 3 അനിയന്മാരുണ്ട്. ഒറ്റ പ്രസവത്തിലെ 3 കുഞ്ഞുങ്ങളാണ്. പേരൊക്കെ എന്ന് പറഞ്ഞവനെ? അബിൻ, സുമിൻ, അബിൻ. ഈ 3 പേരും ഒരു മാറ്റമില്ല. ആൾമാറാട്ടം നടത്താൻ മിടുക്കന്മാരാണ്. മാറിപ്പോയിട്ടുണ്ടോ എപ്പോഴും ആൾക്കാർക്ക്? എപ്പോഴെങ്കിലും അതിൻ്റെ ഒരു അനുഭവം ഒന്ന് പറയാമോ? സ്കൂളിൽ നിന്ന് മാറിപ്പോവും.
സ്കൂളിൽ ടീച്ചർമാർ ഒരേ സ്കൂളിലാണോ പഠിക്കുന്നത്? ഒരേ ക്ലാസ്സിൽ വന്നോ? ഒരുമിച്ചാണ് പഠിച്ചത്. പഠിച്ചത് ഒരുമിച്ച്? അപ്പോൾ ടീച്ചർ എന്ത് ജോലിയാണ് ചെയ്യണേ? ഒരു ചെറിയ ബിസിനസ്സാണ്, ബേക്കറി. 3 പേര് ഒരുമിച്ച്? ഒരുമിച്ച്. ഈ കടയിലൊക്കെ വരുന്ന ആൾക്കാർക്ക് നിങ്ങൾ മാറിപ്പോകും? മാറിപ്പോവും. ഒരാൾ സാധനം പറഞ്ഞിട്ട് മറ്റേ ആളോട് മാറിപ്പോവും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ഇപ്പോൾ മോനോട് ഒരു സാധനം എടുത്ത് തരാൻ പറഞ്ഞു, ഇനി കൊടുത്തില്ല, ഒരല്പം വൈകി, ഇവൻ വരുമ്പോൾ ഇവനെ തെറി വിളി കേട്ടിട്ടുണ്ടോ? ഇല്ല, ആൾ നോക്കി നിൽക്കും, ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. പിന്നെ രണ്ടാൾ ഷോപ്പിലുള്ളവരാണെങ്കിൽ ഒറ്റയാൾ അങ്ങോട്ട് പോകില്ല, കസ്റ്റമർ പോയിട്ട് പോകും, ഇപ്പം കൺഫ്യൂഷൻ ആയി പോകും. നിങ്ങൾ ഈ 3 പേരുമേ ഭയങ്കര സ്നേഹത്തിലാണ് പോകുന്നത്, ഒരേ ഡ്രസ്സ് ഒരേ ഇത്, തമ്മിൽ 3 പേരും വഴക്കിടാറുണ്ടോ? വഴക്കുകളുണ്ടാവുമോ? എന്താ പറയുക, ഉണ്ടായാലേ നിങ്ങൾ എങ്ങനെ പരിഹരിക്കും? അത് വെച്ചാൽ രണ്ടാളിപ്പോൾ വഴക്കിടാണെങ്കിൽ മറ്റാൾ അതിലെന്താ തെറ്റെന്ന് പറഞ്ഞു കൊടുക്കും, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. മാതാപിതാക്കൾക്ക് നിങ്ങളൊരു വിഷമമായിട്ട് മാറിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങളും വഴക്കും? വിഷമം പറഞ്ഞാൽ ഞങ്ങളുടെ കാര്യത്തിൽ അതിൽ അച്ഛനമ്മയും ഇടപെടുന്ന ഇഷ്ടമില്ല. ഇല്ല, അതുണ്ടെങ്കിൽ പറയൂ, എന്താ വെച്ചാൽ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ തീർക്കുമെന്ന് അറിയും. പ്രശ്നം ഒരു മിനിറ്റ് 2 മിനിറ്റ് ഉണ്ടാവും, അതിൽ കൂടുതൽ ഉണ്ടാവും. ഇപ്പോൾ ഈ കൂട്ടത്തിൽ ഒരാൾ ഒരു ദിവസം വീട്ടിലില്ല, അല്ലെങ്കിൽ ഇന്ന് എവിടെയെങ്കിലും യാത്ര പോയി, അങ്ങനെ ഒരു മിസ്സിങ് അനുഭവപ്പെടുന്നുണ്ടോ? ഒരാളില്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു വിഷമമായി മാറും? വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഭയങ്കര വിഷമമാണ്, ഫീൽ ചെയ്യാറുണ്ട്. നല്ല ദിവസം കാണണം, തമ്മിൽ കാണണം, ദിവസം കാണണം. 3 പേർക്ക് ഒരു റൂം തന്നെ ആയിരുന്നു? ഒരു റൂമിൽ. ആലപ്പുഴയിൽ നിന്ന് എത്തിയ 3 സഹോദരിമാരുണ്ട്. നമസ്കാരം. നമസ്കാരം. പേരൊന്ന് പറയാമോ? സരിത, സവിത, സംഗീത. അടിപൊളി. എന്ത് ചെയ്യുന്നു? ഞങ്ങൾ ഹിൽ പാലസിൽ വർക്ക് ചെയ്യാണ്. ഇവിടെ തൃപ്പൂണിത്തുറ? 3 പേരും? 2 പേര്. ആൾക്കാർക്ക് മാറിപ്പോകാറുണ്ടോ? തീർച്ചയായിട്ടും മാറിപ്പോകും. ഇപ്പോൾ സരിതയെ വിളിക്കേണ്ടതിന് പോയ സംഗീതയും വിളിക്കേണ്ട സവിതയൊക്കെ വിളിച്ചിട്ടുണ്ടോ? പിന്നെ ഇല്ലേ, ഒരുപാട് പേര് അങ്ങനെ ഞങ്ങളിപ്പോൾ ബസ്സിലാണെങ്കിലും വെച്ച് പലരും കാണുന്നുണ്ട്, മാറിപ്പോയിട്ടുണ്ട്. സംഗീത എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതൊക്കെ സംഭവമുണ്ട്? ഏതെങ്കിലും ഒന്ന് ഓർത്ത് പറയാമോ? ഇപ്പോൾ ഇവൾ കൊടുത്തേക്കുന്ന അരൂരാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ചേച്ചി ബസ്സിൽ കയറിയിട്ട് ഞാനാണെന്ന് ഓർത്ത് സവിത എന്ന് പറഞ്ഞാൽ അവളോട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സിനൊക്കെ മാറിപ്പോയിട്ടുണ്ട്. വീട്ടിലെപ്പോഴും മാറിപ്പോയിട്ടുണ്ടോ? ഇല്ല, വീട്ടിലുള്ളവർ. പിന്നെ കല്യാണം പറ്റിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ 3 പേരുടെയും കല്യാണം കഴിഞ്ഞു? ബ്രദേഴ്സിനെയാണോ കിട്ടിയത്? അല്ലല്ല. ആർക്കെങ്കിലും മാറിപ്പോയിട്ടുണ്ടോ? പെട്ടെന്ന് മാറിപ്പോവും. ഒരേപോലെ ഇരിക്കുന്നത്. ഫസ്റ്റ് ടൈമിലൊക്കെ ജസ്റ്റ് ഒന്ന് മാറിപ്പോവും, അത്രേ ഉള്ളൂ. പിന്നെ നമ്മളെ പരിചയപ്പെട്ട് വരുമ്പോൾ നമ്മള് ഫേസിലൊക്കെ ഇത്തിരി വ്യത്യാസമുണ്ട്. പെട്ടെന്ന് കാണുന്നവർക്ക് വലിയ പാടാണ്. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് സംഗീത എടുത്തോ പറയേണ്ട ഒരു രഹസ്യം, സവിതയോട് പറയേണ്ട രഹസ്യം സരിതയാണെന്ന് കരുതി സവിതയോട് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? അതായത് നിങ്ങളോട് പറയേണ്ട രഹസ്യം മറ്റൊരാളോട് പറയുന്നു എന്നുള്ള രീതി നിങ്ങളോട് തന്നെ പറയും? ഇല്ല, അങ്ങനത്തെ ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾക്കിടയിൽ ഒരു രഹസ്യം ഇല്ല, ഞങ്ങൾ എന്തുണ്ടെങ്കിലും അങ്ങോട്ട് പറയും. അപ്പോൾ 3 പേരെ 3 സ്ഥലത്തില്ലേ കല്യാണം കഴിച്ചത്? അങ്ങനെ മാറിപ്പോയപ്പോൾ ഒരു വിഷമം ഉണ്ടായോ? കാരണം ഇത്രയും വർഷം ഒരുമിച്ച് ഒരു വീട്ടിൽ കളിച്ച് വളർന്നവരാണ്, ഒരു സങ്കടം ഉണ്ടായിരുന്നു. നിങ്ങൾ എങ്ങനെയാ എപ്പോഴും എങ്ങനെ കാണാൻ തോന്നിയാൽ എന്താ ചെയ്യുക? 3 സ്ഥലങ്ങളിലല്ലേ? അതെ, നമ്മൾ വീട്ടിൽ ഒത്തുകൂടും എല്ലാവരും കൂടി. പിന്നെ ഇവര് 2 പേരും വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത്, 2 സ്ഥലത്തു നിന്നാണേലും ഒരിടത്തേക്ക് എത്തും. നിങ്ങൾ എപ്പോഴെങ്കിലും ആളുകളെ പറ്റിച്ചിട്ടുണ്ടോ? ആൾ മാറിയിട്ട്? ഇല്ല, ഇതുവരെ പറ്റിച്ചിട്ടില്ല. തമ്മിൽ വഴക്കിടുവോ? ചെറുപ്പത്തിലൊക്കെ വഴക്കിടുമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇല്ല. എത്ര സമയം വരെ പിണങ്ങിയിരിക്കാൻ പറ്റും? ഒരു 10 മിനിറ്റ് 15 മിനിറ്റ്, അതിൽ കൂടുതലില്ല. ഓക്കെ, താങ്ക് യു. പേരെന്താ? ദേവനും ദർശനും. ഏത് സ്കൂളിലാണ് പഠിക്കണേ? LKG പഠിക്കണ. എന്തൊക്കെയാ വിശേഷം? ഓണം എവിടം വരായി? ഓണാഘോഷമൊക്കെ എവിടം വരായി? ഓണാഘോഷമൊക്കെ ഉണ്ടോ? ഓണത്തെക്കുറിച്ച് എന്തറിയാം? എന്തെങ്കിലും അറിയാമോ? പൂക്കളം ഇടുന്നതും മാവേലി വരുന്നതൊക്കെ കഥകളൊക്കെ അച്ഛനും അമ്മയും പറഞ്ഞു തരാറുണ്ടോ ഓണത്തെക്കുറിച്ച്? അച്ഛനാണോ കഥ പറയാറുള്ളത്, അമ്മയാണോ കഥ പറയാറ്? അമ്മയാണ്. വീട്ടിൽ മുത്തശ്ശി ഉണ്ടോ? മുത്തശ്ശിമാരില്ലാതായതുകൊണ്ടാണ് ഈ കഥകൾ അറിയാൻ പറ്റാത്തത്. ഞാനൊക്കെ മുത്തശ്ശിമാർ പറഞ്ഞു തന്ന കഥകൾ കേട്ടാണ് പഠിച്ചത്.